എന്തൊക്കെ ഭാനുമേ കേൾക്കുന്നത്? അനുമോള് പുറത്തെവിടെയോ സൂക്ഷിച്ച കീടനാശിനിയുടെ കുപ്പി അവളുടെയും ഇന്ദ്രന്റെയും കിടപ്പ് മുറിക്കകത്തുനിന്ന് പോലീസ് കണ്ടെത്തിയെന്നു. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? എനിക്കറിയില്ല മാഷെ. ഇതൊക്കെ സുശീലയുടെ കള്ളത്തരം തന്നെയാ. വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. എന്നാലും എന്റെ ഭാനുമ്മേ, ആ സ്ത്രീ ഇത്രയ്ക്ക് ഭീകരയായിരുന്നോ? അമ്മായിയമ്മ മരുമകൾക്ക് വിഷം കൊടുക്കുന്നതൊക്കെ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മരുമകളെ തോൽപ്പിക്കാൻ സ്വയം വിഷം കഴിച്ച് ആ കുറ്റം മരുമകളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മായിയമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണാം. എന്റെ ഗുരുവായൂരപ്പാ, ആ വിഷം കുടിച്ച് അവരപ്പോഴേ ചത്തിരുന്നെങ്കിൽ അതോടെ എല്ലാം തീരുമായിരുന്നു. അങ്ങനെയൊന്നും തീരില്ല ചേച്ചി. ഒരിക്കലും അനുചേച്ചി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനാ ആ സ്ത്രീ ആ വിഷക്കുപ്പി ഇന്ദ്രേട്ടന്റെ അനുചേച്ചിയുടെയും ബെഡ്റൂമിൽ കൊണ്ടുവച്ചത്. അതെ, അനുവിന്റെ മുമ്പിൽ നല്ല അമ്മയായി അഭിനയിക്കുമ്പോഴും സുശീലയുടെ മനസ്സിൽ പൂതനയുടെ പകയായിരുന്നു. പുറമേ ചിരിച്ചു കാട്ടി അവൾ എന്റെ മകൾക്ക് കെണി ഒരുക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് ഇന്ദ്രനും അനുവിന്റെ അടുത്തൊന്ന് പറഞ്ഞതാ, ആ സ്ത്രീ അവർക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന്. ഞാൻ അവരോട് പറഞ്ഞത് തൽക്കാലം അതെല്ലാം കണ്ടില്ലാന്ന് നടിച്ച് ഇലക്ഷൻ കഴിയുന്നത് വരെ ഒന്ന് ഒത്തുപോകാൻ നോക്കണമെന്ന്. അതിപ്പോ തെറ്റായിപ്പോയി. ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണണമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ. വിഷക്കുപ്പി ആ മുറിയിൽ നിന്നും കണ്ടെത്തിയ സ്ഥിതിക്ക് പോലീസ് ഇനി തെറ്റുകാരായി കാണുന്നത് ഇന്ദ്രനെ അനുമോളയായിരിക്കും മാഷെ. ഇന്ദ്രനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കുറ്റം മുഴുവൻ മരുമകൾക്കായിരിക്കും. അനുവിനെ പ്രതിയാക്കി ഇന്ദ്രൻ ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കില്ല അമ്പിളി, അതെനിക്ക് ഉറപ്പുണ്ട്. ആരമ്പിളി? ശബരി അച്ഛ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ അമ്പിളി. ശബരി അച്ഛനകത്തുണ്ട്. അമ്പിളി ചേച്ചി, ഇന്ദ്രേട്ടന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞോ? അറിഞ്ഞു ശബരി. ഞങ്ങൾ അക്കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നീ വാ. ആ ശബരി, ഇരിക്കെ. വാസന്തി ചേച്ചി വീട്ടിൽ വന്ന് പറയുമ്പോഴാ ഞാൻ അറിഞ്ഞത്. അനുചേച്ചിയുടെ സ്ഥാനാർത്ഥിത്വം വരെ നഷ്ടപ്പെടാൻ മാത്രം എന്താച്ചാ ഉണ്ടായത്? അല്ല, അങ്ങനെ ഒരു ചർച്ച പാർട്ടി ഓഫീസിൽ നടന്നതെന്നാ വാസന്തി ചേച്ചി പറഞ്ഞത്. അവർ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അപ്പോ പാർട്ടിയും എല്ലാം അറിഞ്ഞു. പോലീസ് വന്ന് തെളിവെടുപ്പ് നടത്തിയ സ്ഥിതിക്ക് ഇനി അത് ന്യൂസും ആവും. ചിലപ്പോ അനുപമയെ പാർട്ടി മാറ്റി നിർത്താനും മതി. അച്ഛാ, പാർട്ടി കൂടി കൈവിട്ട നമ്മുടെ അനു ഒറ്റപ്പെടുമല്ലോ. അതെങ്ങനെയാ ചേച്ചി? അനുചേച്ചിക്ക് നമ്മളൊക്കെ ഇല്ലേ? അതെ, എന്റെ മോളെ ഇതുവരെ വളർത്തിയത് ഞാനാ, അല്ലാതെ ഒരു പാർട്ടിയും അല്ല. അവള് തെറ്റ് ചെയ്തെങ്കിലേ ഒറ്റപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയുള്ളൂ. എന്റെ മകള് നിരപരാധിയാണെങ്കിൽ അവളെ രക്ഷിക്കാൻ ആരുമില്ലെങ്കിലും ഞാനുണ്ടാവും. അവളുടെ അച്ഛൻ അനന്തമാഷുണ്ടാവും. ദയ ഇതൊന്നും അറിഞ്ഞില്ലേ ശബരി? സുശീല ആന്റി അനുചേച്ചിയോട് ഇത്രയും ശത്രുത കാണിക്കാൻ കാരണം അവളാ. ദയയോട് വാസന്തി ചേച്ചി പറയാതിരിക്കോ? അവള് ചെയ്തതിന്റെയൊക്കെ ബെനിഫിറ്റ് അവർക്കല്ലേ കിട്ടാൻ പോകുന്നത്. എല്ലാം അറിഞ്ഞിട്ടും അവൾക്ക് ഇങ്ങോട്ടൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? എന്തിനാ ദയ ഇങ്ങോട്ട് വരുന്നത്? സുശീലാന്റിയെ പോലൊരു സ്ത്രീയെ ചുമന്ന് നടന്നതിന് അനുചേച്ചിക്ക് ഇത് തന്നെ കിട്ടണമെന്നാ അവള് പറയുന്നത്. ഇവിടെ വന്നാലും അവൾ അത് തന്നെയല്ലേ പറയുള്ളൂ. നന്നായി മോനെ, അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാതിരുന്നത് നന്നായി. മാഷിന് അതോട് കേൾക്കേണ്ടി വന്നില്ലല്ലോ.
പ്രതിഭ വലിയ സങ്കടത്തിലാവും അല്ലേ സത്യ? ഇനി സങ്കടപ്പെട്ടിട്ടെന്താ? പോയത് പോയില്ലേ. ഓ, ദൈവം എന്റെ ജീവൻ എടുത്തിട്ട് ആ കുരുന്ന ജീവനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. ഞാൻ എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നേ? വിഷം കുടിച്ചാലും ചാവില്ല, ഹാർട്ട് അറ്റാക്ക് വന്നാലും ചാവില്ല. ഇങ്ങനൊരു ജന്മമായി പോയല്ലോ എന്റെ ദൈവമേ. ഓ, അപ്പോ വിഷം കുടിച്ചു തന്നെയാണല്ലേ? അയ്യോ, ഞാനൊരു ചൊല്ലു പറഞ്ഞതാണേ, അല്ലാതെ എനിക്ക് വിഷം കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. സുശീല ഓക്കെ ആണല്ലോ അല്ലേ? ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല ഡോക്ടറെ. ഇന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ നാളെ തന്നെ വീട്ടിലേക്ക് പോവാം. ഓ, 2 ആഴ്ച മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഫുഡിന്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഓ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ, നന്ദി ഡോക്ടറെ. ഇത്ര വേഗം സുഖം പ്രാപിക്കുന്ന വിചാരിച്ചതല്ല ഞാൻ. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാ. സത്യനും ഓക്കെ ആണല്ലോ? അതെ ഡോക്ടറെ. പ്രതിഭയ്ക്കും നാളെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന അരുന്ധതി ഡോക്ടർ പറഞ്ഞത്. ശരി, വെരി ഗുഡ്. പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ആളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. അപ്പൊ റെസ്റ്റ് ചെയ്തു. ശരി.